ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിട്ടുള്ള കേസിൽ പിടിയിലായിട്ടുള്ള പ്രതികളെല്ലാം ജയിലിൽ തന്നെയാണ്. അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. അതിൽ CPM ആൾക്കാരുണ്ട്, DYFIന്റെ പ്രവർത്തകരുണ്ട്, ഒക്കെ ഉണ്ട്. അവരെ ഒന്ന് പുറത്തിറക്കാൻ കഴിയാതെ CPM ആകെ പരിങ്ങിക്കൂടി ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ കുടുംബാംഗങ്ങൾ AKG സെന്ററിൽ കയറി ഇറങ്ങാണ്. MV ഗോവിന്ദനാകട്ടെ അവർക്ക് മുഖം നൽകാതെ മുങ്ങി നടക്കുകയാണ്. ഒരു പാർട്ടിയുടെ ആഹ്വാനപ്രകാരം പാർട്ടിയുടെ എന്ത് തോന്നിയാസങ്ങൾക്കും എന്ത് കാര്യങ്ങൾക്കും നേതാക്കൾക്കും വേണ്ടി തെരുവിലിറങ്ങിയ അണികൾ അന്നൊക്കെ കാശ് മുടക്കിയിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കോടികൾ കൊടുത്ത് കൊണ്ടുവന്നുമൊക്കെ കേസ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കഥ മാറിയിരിക്കുകയാണ്. ഭരണം മാറി, അധികാരമില്ല, കൊള്ളാവുന്ന ആരും തന്നെ നിയമസഭയിലുമില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ, ഭരണ സ്വാധീനം ഒന്നും ഇല്ലാതെ വന്നപ്പോൾ ഈ പാർട്ടി നേതാക്കളുടെ ആഹ്വാനം കേട്ട് ചാടിത്തുള്ളി ഇറങ്ങിയ അണികൾ അവരും അവരുടെ കുടുംബാംഗങ്ങളും പെട്ടിരിക്കുകയാണ്. കാരണം ഈ നേതാക്കന്മാരെ പോലെയല്ല, ഈ അണികളുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നത് ഈ അകത്ത് കിടക്കുന്നവർ നയിച്ചുണ്ടാക്കിയിട്ടാ. അവരവിടെ അകത്ത് കിടക്കുകയും ചെയ്യും. എന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു കഥയുമില്ല. വർഷങ്ങൾ അവിടെ കിടക്കേണ്ടി വരും. അവരുടെ കുട്ടികളും അവരുടെ കുടുംബവും തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പാർട്ടി നേതാക്കൾ ആർക്ക് വേണ്ടിയാണോ അവരിറങ്ങിയത് അവരൊക്കെ AC മുറിയിൽ ഇരുന്ന് സൂഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ നിലവിലുള്ളൊരു അവസ്ഥ. റിമാൻഡിലായിരുന്ന ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അവരുടെ ബന്ധുക്കൾ വിങ്ങി കരയുന്ന സാഹചര്യം ഉണ്ടായി. നേരത്തെ അങ്ങനെയൊന്നുമല്ല. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലാണ് അക്രമം നടത്തിയത് എന്നാണ് 5 പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമൊന്നും അല്ല. CPM ഏരിയ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ സ്ഥലത്തെത്തിയെന്ന് ചില പ്രതികൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മൊഴിയുണ്ട്. ഏതായാലും പാർട്ടി നേതാക്കന്മാർ പറഞ്ഞിട്ട് തന്നെയാണ് തങ്ങൾ അക്രമം നടത്തിയത്. മുമ്പ് ഗവർണർക്ക് നേരെ ചാടിയതുപോലെ, KSRTC ബസ്സുകൾ മുതലുകൾ കൈയടക്കുന്നത് പോലെ, തകർക്കുന്നത് പോലെ, അല്ലെങ്കിൽ MP-മാരെയും MLA മാരെയൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തി, UDFന്റെ മറ്റ് MLA-മാരെയൊക്കെ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നത് പോലെ, ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ CPM-ന്റെ CPI-യുടെയും അണികളല്ലാത്ത മറ്റുള്ളവർ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലെ, യൂത്ത് കോൺഗ്രസ്സുകാരെ പഞ്ഞിക്കിടുന്നത് പോലെയൊക്കെ ഒരു നിസ്സാരമായ ഒരു കാര്യമായിട്ടാണ് ഇവർ കണ്ടത്. പക്ഷെ അതിൽ കിട്ടിയൊരു പണിയാണ്. മ്യൂസിയം പോലീസ് പറയുന്നത് 30 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണി വീണ്ടും പാളയാണ്. ഈ ആക്രമണം ആസൂത്രിതമായിട്ടുള്ള രാഷ്ട്രീയ ആക്രമണമാണെന്ന് കോടതി ആദ്യം തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനത്തിന് നേരെയായിട്ടുള്ള ഒരു അക്രമമാണ് ഇതെന്നും, അവർ വന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു വാഹനം തകർത്തത് അത് പൊതുമുതലായി കണക്കാക്കുമെന്നും, അതുകൊണ്ട് തന്നെ പൊതു മുതൽ നശിപ്പിച്ചില്ല എന്നുള്ള വാദം നിലനിൽക്കില്ല എന്നൊക്കെ കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് നമുക്കറിയാം. അതായത് 100% ഇവരുടെ അടപ്പുഭാഷ ഇളക്കുന്ന, അതായത് ആപ്പീസ് പൂട്ടുന്ന കാര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേതാക്കൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ അന്വേഷണത്തിനിടെ പോലീസിന് പ്രതികൾ കൊടുത്തിട്ടുള്ള മൊഴി കുറച്ച് കടുപ്പമേറിയ മൊഴിയാണ്. അവരുടെ മൊഴി പ്രകാരം ഏരിയ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഇതിനകത്ത് പങ്കാളികളാണ്. അവരാണ് പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുന്നത്. അപ്പോൾ അവരൊക്കെ കൂട്ടുപ്രതികളായി ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇനി വരുന്നത്. അപ്പോൾ പോലീസിന് അതൊരു കുരുക്കാണ്. പോലീസിന് ഇനിയിപ്പോൾ ഇവരെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന അറിയില്ലല്ലോ. CPM-ന് അതിലും വലിയ കുരുക്കാണ്. കാര്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇറക്കി വിടാൻ പറ്റൂലല്ലോ. അങ്ങനെ വല്ലാത്തൊരു കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കൊച്ചിയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു EDയുടെ ഒരു ഉന്നതതല യോഗം നടക്കേണ്ടായി. സാധാരണ കേരള പോലീസ് ഇത്തരത്തിലുള്ള കേസ് അന്വേഷിക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം സുതാര്യമായിട്ടൊരു അന്വേഷണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സർക്കാരിന് അനുസരിച്ചിട്ടാണ് പോലീസ് പോകണമെന്ന് ഒരു അന്വേഷണ വിഭാഗത്തിന് കാണാൻ പറ്റൂലല്ലോ. അപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെയൊക്കെ കാലത്ത് നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള അന്വേഷണം എങ്ങോട്ട് എന്ന് നോക്കുമ്പോൾ ഈ സർക്കാരിന്റെ കാലത്തും അത് മാന്യമായി ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് CBI അന്വേഷണം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം വന്നതായിട്ടാണ് അറിയുന്നത്. ബംഗാളിലെ സന്ദേശ് കാലിയിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടു. ഇതുപോലെ അന്ന് സ്വീകരിച്ച ഓപ്പറേഷൻ സന്ദേശ് കാലി, ആ മാതൃകയാണ് ഇപ്പോൾ കേരളത്തിലും പ്രയോഗിക്കാൻ കേന്ദ്രം തീരുമാനിച്ചതെന്നാണ് അറിയുന്നത്. അന്ന് സന്തോഷ് കാലിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഇന്നും അവിടെ തന്നെ കിടക്കുകയാണ്. കള്ളപ്പണത്തിന് പുറമെ ആദായ നികുതി വെട്ടിപ്പ്, അഴിമതി, UAPA, ഇങ്ങനെ ഇതെല്ലാം കൂടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആദായ നികുതി വകുപ്പും CBI-യും NIA-യും എല്ലാം കൂടി രംഗത്ത് ഒരുമിച്ചിറങ്ങും എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ പിണറായി വിജയനെയും വീണ വിജയനെയൊക്കെ കാത്തിരിക്കുന്നത്. ഇനി കൂട്ടുപ്രതികളായി ആരൊക്കെ ഉണ്ടാകും എന്ന് കണ്ടറിയണം. എന്തായാലും CMRL നൽകിയിട്ടുള്ള സ്റ്റേ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. അതോടെ വീണ വിജയനെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വഴികളും EDക്ക് തുറന്നും കിട്ടി. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? നേരത്തെ ഇതുപോലെ തന്നെ ഒരു സ്റ്റേ മാറിയപ്പോഴാണ് വേഗം വന്ന അന്വേഷണവും മറ്റു കാര്യങ്ങളും ഉണ്ടായത്, EDന്റെ റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പൊ വീണ്ടും പൂർണ്ണ അനുമതി കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പനിക്കും ഒരു സേവനവും നൽകാതെ വീണയുടെ എക്സാലോജി കമ്പനി 2,88,00,000 രൂപ, അതായത് 50 ലക്ഷം കടമായിട്ടും 2,38,00,000 പ്രതിഫലമായിട്ടും, ഇവിടെ കടമെന്ന് പറഞ്ഞാൽ ഒരു സേവനം കൊടുക്കാതെ 2,38,00,000 രൂപ വാങ്ങി അതിനുശേഷം പിന്നെ കടമായിട്ട്
50 ലക്ഷം വീണ്ടും കടമായിട്ട് അങ്ങനെ കൈപ്പറ്റിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. അപ്പോൾ ഈ പണം എന്തായാലും കള്ളപ്പണ ഇടപാട് തന്നെയാണെന്നും അത് അങ്ങനെ തന്നെയാണ് വീണയുടെ അക്കൗണ്ടിൽ എത്തിയതെന്നും വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇ ഡിയുടെ എന്തായാലും അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് വീണയാണ് എന്നുള്ളൊരു ഇതില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനോ അതല്ലെങ്കിൽ പാർട്ടിക്കാരോ പറയുന്നത് പോലെയല്ല. വീണ വിജയനിൽ ഇത് ഒതുങ്ങൂല. പക്ഷേ പിണറായി ഉദ്ദേശിക്കുന്ന ലെവലിലേക്കല്ല കാര്യങ്ങൾ പോണത്. പിണറായി വിജയൻ വീണയെ സേഫാക്കാൻ നോക്കുമ്പോൾ വീണയുടെ അറസ്റ്റിലൂടെ അല്ലെങ്കിൽ വീണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ അത് ആർക്ക് വേണ്ടിയാണ് ആ പണം എത്തിയതെന്നെത്തുമ്പോൾ അത് നേരെ പിണറായി വിജയനിലേക്ക് എത്തും. അതായത് പിണറായി വിജയന്റെ സ്വാധീനം ഉപയോഗിച്ച് CMRൽ നിന്ന് ഈ പണം കൈമാറി എന്ന് ഇ ഡിയുടെ കണ്ടെത്തലുണ്ട്. കാരണം അവരുടെ ഡയറിയിൽ, കർത്തന്റെ ഡയറിയിൽ PV ഉണ്ട്, പിണറായി വിജയനുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. മുമ്പ് മാത്യു കുഴൽനാടൻ ഇത് സംബന്ധിച്ചുള്ള ചാനൽ ചർച്ചകളിൽ തുറന്നടിച്ചപ്പോൾ അന്ന് ആ PV താനല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും PV എന്നും പിണറായി വിജയനും എന്നൊക്കെ ഡയറിയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് ഷാജൻ സ്കറിയ തന്റെ വീഡിയോയിൽ ആ ഡയറിയുടെ ചില പേജുകൾ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ നമ്മളെല്ലാം കണ്ടതാണ്. ഏതായാലും അഴിമതി നിരോധന നിയമപ്രകാരം പിണറായി വിജയനെ കൂടി പ്രതി ചേർക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ സ്ഥാനമൊക്കെ രാജിവെച്ച് MLA സ്ഥാനമൊക്കെ രാജിവെച്ചിട്ട് ബാക്കിയുള്ള കാലം, ഇനിയുള്ള കാലം 10 വർഷം തുടർഭരണം നടത്തിയതുപോലെ ഇനി ഉള്ള കാലം തുടർഭരണം നടത്തേണ്ട സ്ഥലം ഏകദേശം തീരുമാനമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പുറത്തു വരുന്ന മറ്റൊരു വിവരം കൂടിയുണ്ട്. അതായത് തന്റെ സാമ്പത്തിക ഇടപാടുകളിൽ തന്റെ പിതാവിന്, അതായത് പിണറായി വിജയന് യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചിടേണ്ട ആവശ്യമില്ല. തന്റെ സാമ്പത്തിക ഇടപാട് ഒക്കെ അത് തന്റെ ഇടപാടാണ്. അത് ഏത് തരത്തിലുള്ളതായാലും തന്റേത് മാത്രമാണെന്ന് പറയുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്ത പാർട്ടി ഒരു കാര്യം കൂടെ പറയുന്നത്, പിണറായിക്കെതിരെയുള്ള പൊതു താല്പര്യ ഹർജികളുണ്ട്. നേരത്തെ പൊതു ഹർജികൾ, പല ഹർജികളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഹർജികളൊക്കെ കോടതി തള്ളിയിരുന്നു എന്നും പറയുന്നുണ്ട്. അത് ആരെ ഉദ്ദേശിച്ചാണെന്ന് ഇനി പറയേണ്ടതില്ലല്ലോ. എന്നാൽ അഴിമതി പണമാണ് എത്തിയത് എന്നുള്ള ഇ ഡിയുടെ കണ്ടെത്തൽ CPMനെ വളരെ ആശങ്കയിലാക്കുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ആ പണം എത്തിയതെന്ന് മറുപടി പറയേണ്ടി വരും. ഏതായാലും നോട്ടീസ് കൊടുത്ത് വീണയെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു വരുത്തി അറസ്റ്റ് ചെയ്താൽ തെരുവിൽ പ്രതിരോധിക്കാൻ ഇറങ്ങില്ല എന്ന നിലപാടാണ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷവും. കാരണം നേതാക്കളുടെ മക്കളുടെ ബിസിനസ് ഇടപാടുകൾ അവർ തന്നെ നോക്കട്ടെ എന്നാണ് പുതിയ ഒരു നിലപാട്. അത് ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ ഇറങ്ങിയവരുടെ കഥ തന്നെ ഇതാണ്. നേരത്തെ റെഡിന് വന്ന സമയത്ത് പിണറായി തന്നെ പറഞ്ഞിരുന്നു, തന്നോടൊരു വാക്കും ചോദിച്ചിട്ടില്ല, തന്നെ ഇതിൽ പങ്കാളിയാക്കിയിട്ടില്ല, വീണയോടാണ് സംസാരിച്ചത് എന്ന് പറയുന്നത് കേട്ടിരുന്നു. മുമ്പ് VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാർ, കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളായിട്ടുള്ള ബിനോയ് കോടിയേരിയും വിനീഷ് കോടിയേരിയും ഇവരൊക്കെ ഇതുപോലെ സമാനമായ അന്വേഷണം നേരിട്ടിരുന്നു. അന്ന് ബംഗാളിൽ ജ്യോതി ബസുവിന്റെ മകൻ ചന്ദൻ ബസു ഇവരൊക്കെ വിവാദത്തിൽപ്പെട്ടപ്പോഴൊക്കെ പാർട്ടി അവരെ കൈയഴിഞ്ഞ ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത്. അതേസമയം വീണയുടെ കാര്യത്തിൽ വന്നപ്പോൾ മാത്രം അണികളെ തെരുവിലിറക്കി തല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇപ്പൊ പറയുന്നത് വീണയുടെ കാര്യത്തിൽ പാർട്ടി അതേ നയം തന്നെ തുടരണം, പിണറായിയെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമില്ല, വീണയെ പാർട്ടി സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോഴും ഈ അകത്തായി കിടക്കുന്ന കുറെ സാധുക്കളുണ്ടല്ലോ, ഇനിയും 10-300 എണ്ണം, അതിൽ 10-25 എണ്ണം 26 അകത്തായിട്ടുള്ളൂ, ബാക്കിയുള്ളതിനെ പിടിക്കാണ്ട്. അവരുടെ കഥ എന്താവുമെന്ന് പാർട്ടി പറയുന്നുമില്ല. അതായത് അവരെ കൈയൊഴിഞ്ഞു. ഇനി പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും അകത്തായാലും അത് അവരെ കാര്യം അവർ നോക്കട്ടെ എന്നൊരു നിലയിലാണ്. ചുരുക്കം പറഞ്ഞാൽ ഇറങ്ങി പണി കിട്ടി എന്ന്, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പണി കിട്ടി എന്നത് ഉറപ്പാണ്. ഏതായാലും വീണയുടെ കാര്യത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല, പാർട്ടി ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന് പാർട്ടി ഉന്നതതല നേതൃത്വം സംസാരിച്ചതായിട്ടാണ് വിവരം. MA ബേബി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ഇപ്പോഴാണ് വിവേകം വന്നത് എന്നാണ് തോന്നുന്നത്. കാരണം പിണറായിയുടെ വീടിന് മുന്നിൽ ഇ ഡിക്കെതിരെ നടത്തിയിട്ടുള്ള സമരം കൈവിട്ടു പോയി എന്നിപ്പോ അവർ തോന്നുന്നുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. ഡൽഹിയിൽ സമരം ചെയ്ത് അറസ്റ്റ് വരിക്കാമായിരുന്നിട്ടും ഇവിടെ വാഹനങ്ങൾ തല്ലിപ്പൊളിക്കാൻ പ്രവർത്തകരെ അനുവദിച്ചത് തെറ്റായി പോയി. കാരണം ഇവിടുത്തെ കേരളത്തിലെ പ്രവർത്തകർക്ക് ചൂരും ചുണയും കൊടുത്തിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം കൊടുത്തപ്പോൾ അവരെ ഇറക്കി വിടുമ്പോൾ അവരെങ്ങനെ പെരുമാറുമെന്ന് പാർട്ടി കാണേണ്ടതായിരുന്നു. അത് പാർട്ടിക്കാരുടെ കയ്യിലുള്ള തകരാറാ, അല്ലാതെ അണികളുടെ കയ്യിൽ തകരാറില്ലല്ലോ. അണികളെ സംബന്ധിച്ചിടത്തോളം രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് ബാക്കിയുള്ള തലതല്ലി പൊളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തല്ലേ. ഏതായാലും കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഇനി തെരുവിൽ കളിക്കാൻ വേണ്ടി നിൽക്കണ്ട എന്നാണ് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പാർട്ടിയോട് ഉപദേശിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. കാരണം ഇപ്പൊ നടന്നിട്ടുള്ള ആക്രമണം ഉണ്ടല്ലോ, അതിന്റെ പിന്നിലെ ഉന്നതതല ഗൂഢാലോചന വല്ലതും അന്വേഷിച്ച് കേന്ദ്ര ഏജൻസികൾ എത്തിക്കഴിഞ്ഞാൽ MV ഗോവിന്ദൻ അടക്കമുള്ള ഉന്നത നേതാക്കൾക്ക് വരെ തിഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും. അതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി ഇനി അതിശക്തമായി രംഗത്തിറങ്ങേണ്ട ആവശ്യമില്ല. വീണ വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയോ പാർട്ടി അണികളോ ഒട്ടും തന്നെ ഇറങ്ങേണ്ടതില്ല. ഇനി അഥവാ എന്തെങ്കിലും വരികയാണെങ്കിൽ അവനവൻ സ്വയം അനുഭവിക്കട്ടെ എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ കിടക്കുന്നത് വീണയ്ക്ക് വേണ്ടി ഇറങ്ങി കാറും തല്ലി പൊളിച്ച് ഇടിയും തല്ലി ഡ്രൈവറെയും കണ്ണടിച്ച് പൊട്ടിച്ച കുറച്ചെണ്ണം ജയിലിൽ കിടക്കുന്നുണ്ട്. അവരെ ആര് ജാമ്യത്തിൽ ഇറക്കും, എങ്ങനെ ജാമ്യത്തിൽ കിട്ടും,
അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ടി ആര് കേസ് നടത്തും എന്നതൊക്കെയാ. അതും മാത്രമല്ല, 100-300 പേരെ ഇനിയും പൊക്കാനുണ്ട്. അവരുടെ കാര്യം എന്താകുമെന്ന് അതിനൊന്നും തീരുമാനമായിട്ടില്ല. Different angles. Don't forget to subscribe and support this channel.